ഞാൻ പുറമെ കോട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ക്രീമിലും കുറച്ച് ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ട്രോബെറിയുടെ. നമുക്കത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പുറത്ത് കോട്ട് ചെയ്യാം. ഇനി നമുക്ക് ക്രീം കോട്ട് ചെയ്തെടുക്കാം. ക്രീം ഇട്ട് കൊടുത്തിട്ടുണ്ട്. സെൻട്രലിലെ ഭാഗം കുറച്ച് ഭാഗം വെച്ച് ഞാൻ അതുപോലെ ഇട്ട് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് തന്നെ ചെയ്യാം. എക്സ്പേർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള ക്രംസ് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ ഇതുപോലെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പൈപ്പിംഗ് ബാഗ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കിയിട്ട് ആ എയർ ബബിൾസ് അതിനകത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. വലിയ കേക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ലെവലാക്കാം മുകൾ ഭാഗം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കുക. എന്നിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് സൈഡ് ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇതുപോലെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഞാൻ മേടിച്ചു കൊടുക്കട്ടോ. ഇനി നമുക്ക് സ്ക്രേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് സൈഡ് ഒന്നും കൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് ആവുന്നത് വരെ നമ്മളിങ്ങനെ തിരിച്ച് അങ്ങനെ തന്നെ ചെയ്യാം. ആ ഒരു ഇത് തന്നെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. ഇതിന്റെ സൈഡിൽ നമ്മളൊരു കോക്കനട്ട് ഫ്ലോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് ഫിനിഷിങ് ആയാലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ ആ നീറ്റ്നെസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാം. ഇപ്പൊ സൈഡ് മുഴുവനായിട്ടും ഫിനിഷിങ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് മുകൾ ഭാഗം കൂടെ ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഭാഗം ഫിനിഷ് ചെയ്യുന്ന സമയത്ത് സമയം എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യാം കേട്ടോ.
ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിന്റെ മുകളിൽ കെനാഷ് ഒഴിക്കാൻ പോവാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയ ലൈനുകൾ കാണുന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, അതല്ലെങ്കിലും ഈ ചെറിയ നമ്മൾ ഡെക്കറേഷൻ കഴിഞ്ഞാലും കാണില്ല കേട്ടോ.